ഉന്നതനേശു ക്രിസ്തുവിൻ നാമം പൂർവിയിലെങ്ങും ഉയർത്തിടാം. ഉന്നതനേശു ക്രിസ്തുവിൻ നാമം പൂർവിയിലെങ്ങും ഉയർത്തിടാം. ഉണർന്നിടാം, ബലം ധരിച്ചിടാം, ഉയർത്തിൻ രാജൻ എഴുന്നള്ളാം. ഉണർന്നിടാം, ബലം ധരിച്ചിടാം, ഉയർത്തിൻ രാജൻ എഴുന്നള്ളാം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു യജമാനനെയും വിശ്വസ്തനായ ഒരു ദാസനെയും കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമയാണ് ലൂക്കോസ് 17:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ ദാസൻ വിലയ്ക്ക് വാങ്ങിയ ഒരടിമയാണ്. പ്രതികൂലവും അനുകൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും ഉത്സാഹത്തോടെ യജമാനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് അടിമയുടെ ചുമതല. കർത്താവ് ഒരു നല്ല ഇടയനും ദാസനുമായി മനുഷ്യവർഗത്തിന് ഒരുക്കുവാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിനാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നാം യജമാനനായ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. നമ്മുടെ കാതുകളെ കർത്താവിൻ്റെ ആണിപ്പഴുതുകളോട് ചേർത്ത് തുളയ്ക്കപ്പെട്ട് കർത്താവിന് അടിമയാക്കപ്പെട്ടവരാ നാം. പുറപ്പാട് 21:6. ഈ ദാസൻ ചുമതലയോട് നിലമുഴുകയും വളരെ ശ്രദ്ധയോടെ ആടിനെ മേയ്ക്കുകയും ചെയ്യുന്നു. അവൻ സൂക്ഷ്മതയുള്ള ദാസൻ മാത്രമല്ല, ഒരു നല്ല പരിചാരകനും പാചകക്കാരനുമാണ് എന്ന് ഈ ഉപമയിൽ കൂടി മനസ്സിലാക്കാം. അതായത് വിശ്വസ്തയോട് അകത്തും പുറത്തുമുള്ള എല്ലാ വേലയും ചെയ്യുന്ന ദാസൻ. ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീർന്നിരിക്കുന്ന നാം വിശ്വസ്തയോട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? നാം സകലത്തിനും വിശ്വസ്ത ദാസന്മാരായിരിക്കണം എന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. ഒരിക്കൽ നാം പാപത്തിന് അടിമയായി സാത്താൻ വിൽക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തം നൽകി നമ്മുടെ കടമെല്ലാം വീട്ടി അവനായി നമ്മെ വിലയ്ക്ക് വാങ്ങി. നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്, എന്നാൽ ക്രിസ്തുവിൽ സ്വതന്ത്രരുമാണ്. സ്വർഗത്തിലെ സകല നന്മകൾക്കും അവൻ നമ്മെ അവകാശിയാക്കിയിരിക്കുന്നു. നാം കർത്താവിനും കർത്താവും നമുക്കും സ്വന്തം. അതുകൊണ്ട് കർത്താവിനെ കൂടാതെ നാം തനിയെ ഏതുമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോഴും കർത്താവിനെ കവച്ചു വെക്കുവാനല്ലേ നാം ശ്രമിക്കുന്നത്? അതായത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരുന്നവർ. അതായത് നമുക്ക് ലഭിച്ച കഴിവുകൾ കൊണ്ടുള്ള സ്വാധീനതകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ തുനിയുന്നവർ. കർത്താവെ, നിൻ്റെ ഹിതം എന്നിൽ നിറവേറണം എന്ന് പാടുകയും പറയുകയും ചെയ്യുമ്പോഴും ദൈവഹിതത്തിന് സ്ഥാനം കൊടുക്കാതെ സ്വന്തം ഹിതപ്രകാരം പ്രവർത്തിക്കുന്ന നാം വിശ്വസ്തദാസന്മാരാണോ? നാം താന്താങ്ങൾക്കുള്ളവരല്ല എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6:19. ഭൂമിയിലെ ദാസന്റെ ശുശ്രൂഷ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്, യജമാനന് സമൃദ്ധിയായി വിളവ് ലഭിക്കേണ്ടതിന് വിശ്വസ്തയോടെ നിലം ഉഴുന്ന ദാസൻ. നിലം നന്നായി ഒരുക്കിയതിനു ശേഷം വിത്ത് വിതച്ചാൽ മാത്രമേ അധിക ഫലം ലഭിക്കൂ. കർത്താവിൻ്റെ ദാസന്മാരായി നാം കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതിന് നിലം ഒരുക്കണം, അതായത് മുട്ടിന്മേൽ നിൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ, ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ കണ്ണുനീരൊഴുക്കണം, നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. പ്രസംഗത്തിലും പ്രാർത്ഥനയിലും വാചകക്കസത്തും പാണ്ഡിത്യവും കാണിക്കുന്നവരായി നാം തീർന്നിട്ടില്ലേ? ഒരുക്കമില്ലാതെ പ്രാർത്ഥനയില്ലാതെ നടത്തുന്ന വേലയിൽ കൂടി ഒരാത്മാവിനെ പോലും കർത്തൃസന്നിധിയിൽ നിർത്തുവാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പിതാക്കന്മാരുടെ വിജയ രഹസ്യം ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയായിരുന്നു. അവർ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കുമായിരുന്നു. ഇന്ന് സഭയ്ക്കെല്ലാമുണ്ട്, എന്നാൽ പാപ അവസ്ഥയിൽ നിന്ന് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ കുറവല്ലേ? ഈ ദാസൻ വയലിൽ യജമാനു വേണ്ടി ഉഴുന്നു. അവൻ വയൽ ലോകത്തെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തിൽ യജമാനു വേണ്ടി നന്നായി അധ്വാനിച്ച് നിലനിൽക്കുന്ന ഫലങ്ങൾ 100, 60, 30 മേനി വിള നൽകേണ്ടുന്നവരാണ് നാം. ഈ ദാസൻ രണ്ടാമത്തെ ശുശ്രൂഷ ഉഴുതു വന്നതിന് ശേഷം ആടിനെ മേയിക്കണം.
ഉഴുത് ക്ഷീണിച്ചു വന്ന് എനിക്ക് ആടിനെ മേയ്ക്കുവാൻ പറ്റില്ല എന്ന് പറയുവാൻ കഴിയില്ല. ദാസൻ യജമാനനെ പൂർണ്ണമായി അനുസരിക്കണം. ഫിലിപ്പിയർ 2:6-8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന നാം അവനെ പൂർണ്ണമായി അനുസരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ നടത്തി പാലിക്കുന്ന, നമ്മുടെ കാലടികൾ വഴുതിപ്പോകാതെ നമ്മെ പരിപാലിക്കുന്ന നല്ല ഇടയന അവൻ. അതുകൊണ്ട് നാം കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ പൂർണ്ണമായി അനുസരിച്ച് വിശ്വസ്തയോട് അവന് വേണ്ടി നിലകൊള്ളണം. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് സ്നേഹിച്ച നല്ല ഇടയന അവൻ. മൂന്നാമത്, വയലിൽ ഉഴുതു വന്നിട്ടും ആടുമേയിച്ച് ക്ഷീണിച്ചു വന്നിട്ടും പിറുപിറുപ്പ് കൂടാതെ യജമാനു വേണ്ടി അത്താഴം ഒരുക്കി യജമാനെ ശുശ്രൂഷിക്കുന്ന ദാസന് വിശ്രമിപ്പാൻ സമയം അനുവദിച്ചിട്ടേയില്ല. രാത്രിയും പകലും 24 മണിക്കൂറും യജമാൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ടുന്നവന് ദാസൻ. സഭയിലും സമൂഹത്തിലും കർത്താവിന് വേണ്ടി അനവധി ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാനുണ്ട്. സഭയുടെ അധികാരസ്ഥാനത്തിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരല്ല നാം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചുമതലകൾ എന്താണെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും വിശ്വസ്തയോടെ അധ്വാനിക്കുന്ന ദാസന്മാരായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, വിശ്വസ്തദാസനായി നീ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഉറ്റിരിപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ. പാതയ്ക്കു ദീപമേശുതാനല്ലോ, പാതവിട്ടോടി പോയിടല്ലേ. പാതയ്ക്കു ദീപമേശുതാനല്ലോ, പാതവിട്ടോടി പോയിടല്ലേ. പാതറിടാതെ പാദങ്ങൾ വയ്ക്കാം, പാതിക്കയില്ല നിലം പരിചാം. പാതറിടാതെ പാദങ്ങൾ വയ്ക്കാം, പാതിക്കയില്ല നിലം പരിചാം. ദൈവകൃപകൾ പെരുകിടട്ടെ ദൈവമഹിമയ്ക്കായി. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുക. ജീവൻ ത്യജിച്ചിടുക, വേല തികച്ചിടുക.